നമസ്കാരം. ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മളൊരു കുട്ടിയെ പരിചയപ്പെട്ടു, സംശയങ്ങൾ ചോദിക്കുന്നൊരു കുട്ടി. ആ കുട്ടിക്ക് മനസ്സിലായി കഥകളിൽ പറയുന്നത് പോലെയല്ല ഈ പ്രപഞ്ചം ഉണ്ടായത്, മനുഷ്യരുണ്ടായത് എന്നൊക്കെ. അപ്പോൾ ആ കുട്ടി സത്യം എന്താണെന്ന് അന്വേഷിച്ചു പോയി. അങ്ങനെ ആ കുട്ടിയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതും മറ്റ് സയൻസ് മാഗസിനുകളിൽ നിന്നെല്ലാം കിട്ടിയ വിവരങ്ങളെല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഉദ്ദേശം ഈ കാര്യങ്ങളെല്ലാം ഒരു കഥ പോലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുക എന്നുള്ളതാണ്. അപ്പോൾ സയൻറ്റിഫിക് ടേംസും ഇക്വേഷൻസുകളെല്ലാം ഒഴിവാക്കി സിമ്പിളായി അത് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ അതിൻ്റെ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് 14 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ബിഗ് ബാങ്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 1380 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബിഗ് ബാങ്ക് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ 1380 കോടി വർഷം എന്നുള്ള കൃത്യമായ കണക്കിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന്. അത് ചുമ്മാ എത്തിപ്പെടുകയായിരുന്നില്ല, അതിൻ്റെ പിന്നിൽ ഒരുപാട് കണക്കൂട്ടലുകളുണ്ട്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് അവർ ആ വർഷത്തിലോട്ട് എത്തിപ്പെട്ടതെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാം, മറ്റ് ഗ്രഹങ്ങളെ കാണാം, വേറെ ഗാലക്സികൾ കാണാം. അങ്ങനെ സയൻറ്റിസ്റ്റ് എല്ലാം ഒരുപാട് വർഷങ്ങളായി ടെലസ്കോപ്പിലൂടെ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കിയത്. ഈ പറഞ്ഞ ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അതായത് തമ്മിലുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ വികസിക്കുന്നതെല്ലാം ഒരേ തോതിലാണ്, അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്, ഒരേ ആംഗിളിലാണ് എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇവർ ഈ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ കാസറ്റ് റിവേഴ്സിലെടുത്ത് നോക്കുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഇവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നടന്നു. ഈ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വസ്തുക്കളും, അതായത് നമ്മുടെ ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും എല്ലാം ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വന്ന് ഒരൊറ്റ പോയിന്റിൽ, ഒരു സബ് ആറ്റമിൻ്റെ വലിപ്പമുള്ള ഒരു ചെറിയ പോയിന്റിൽ വന്നെത്തുന്നതായിട്ട് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് മനസ്സിലായി ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന്. അതിന് എടുത്ത സമയം എന്നുള്ളതാണ് ഈ 1380 കോടി വർഷം. ഈ സബ് ആറ്റമിക് പാർട്ടിക്കിളിനെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ വിത്ത് എന്ന് പറയാം. അതായത് ഇന്ന് ഈ കാണുന്ന എല്ലാം, നമ്മുടെ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റ് ഗാലക്സികളും എല്ലാം ഈ ഒരൊറ്റ പോയിന്റിൽ, ഈ സബ് ആറ്റമിൻ്റെ വലിപ്പമുള്ള ഈ ഒരു ചെറിയ പോയിന്റിൽ വന്നു ചേർന്ന ആ ഒരവസ്ഥയാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. അവിടെ സമയം എന്നുള്ളത് 0ആണ് ഈ കണക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്ന് നമുക്ക് പറയാവുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ വിത്ത് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ്. അവിടെ നിന്നാണ് സമയം തുടങ്ങുന്നത്. സമയവും സ്പേസും എല്ലാം തുടങ്ങുന്ന ആ ഒരു പോയിന്റ്, അതാണ് നമ്മുടെ കഥയുടെ തുടക്കം. പിന്നെ ഈ ബിഗ് ബാങ് എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അതൊരു വലിയ പൊട്ടിത്തെറിയാണെന്നാണ്. ശരിക്കും അത് പൊട്ടിത്തെറിയൊന്നുമല്ല, അത് ഒരു വികസനമാണ്, അതായത് ഒരു എക്സ്പാൻഷൻ. അതായത് ഒറ്റ ദിവസം അത് പൊട്ടിത്തെറിച്ച് പ്രപഞ്ചം ഉണ്ടാവുകയായിരുന്നില്ല, അത് വികസിച്ച് വരുമായിരുന്നു. ഈ പറഞ്ഞ 1380 കോടി വർഷങ്ങളെടുത്ത് വികസിച്ച് വന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചമായി മാറിയത്. അതുകൂടാതെ ഈ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ വിത്ത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. പക്ഷേ സയൻറ്റിസ്റ്റിന് അതിൻ്റെ മറ്റ് ഒബ്സർവേഷൻസൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു വിത്ത് മാത്രമല്ല ഉണ്ടാവുക, മറ്റ് വിത്തുകളുണ്ടാവാം, മറ്റ് പ്രപഞ്ചങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൾട്ടി യൂണിവേഴ്സൽ തിയറി എന്നൊക്കെ പറയുന്നത്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കഥയാണ് നോക്കുന്നത്. അപ്പോൾ ഈ വിത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ലോകത്തോട്ട് എത്തി എന്നുള്ള കഥ നമുക്ക് അടുത്ത അധ്യായത്തിൽ സംസാരിക്കാം. താങ്ക് യു.